ഹായ് ഓൾ. നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലാണ് കേട്ടോ. സ്പോർട്സും കൊല്ലത്ത് ഏറ്റവും കൂടുതൽ സ്പോർട്സും കൾച്ചറൽ ഫെസ്റ്റും എക്സിബിഷൻസും ഒക്കെ നടക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ്. ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ ഈ ഒരു പ്ലേസ് ഒരു വിമാനത്താവളമായിരുന്നു കേട്ടോ. ഒരു 72 ഏക്കറുള്ള ഒരു ഓപ്പൺ സ്പേസിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതെ, കൊല്ലത്തിൻ്റെ അഭിമാനമായ നമ്മുടെ ആശ്രമം ഗ്രൗണ്ടിലോട്ടാണ് കേട്ടോ. വേറൊന്നിനുമല്ല, അവിടെ ഒരുപാട് ഫെസ്റ്റുകളും സർക്കസും ഒക്കെ നടക്കുന്നുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ് സർക്കസിൻ്റെ. അപ്പോൾ നമ്മളൊന്ന് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ 15-ാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റായിട്ട് അവർ പറഞ്ഞത്. 7 മണിക്കുള്ള ലാസ്റ്റ് ഷോയ്ക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആദ്യം ഒന്നും അധികം ആളൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ അതാ ചുറ്റും ബാക്കിയുള്ള വാട്ടർഫോൾ, നമ്മുടെ വണ്ടർ വാട്ടർഫോൾ എക്സിബിഷനൊക്കെ നടക്കുവാണ് അവിടെ. ഏകദേശം ഒരു 6:55 ആയപ്പോഴത്തേനും അവർ ടിക്കറ്റ് കൊടുത്തു തുടങ്ങി. 3 ടൈപ്പിലാണ് ടിക്കറ്റ്. ഏറ്റവും ബാക്കിലിരിക്കാൻ 150, പിന്നെ നടുക്കിരിക്കാൻ 200, കുറച്ചും കൂടെ ഫ്രണ്ടിലിട്ടിരിക്കാൻ 350. നമ്മൾ ഏറ്റവും ബാക്കിലാണ് കേട്ടോ ഇരുന്നത്, 150. കാരണം ആൾ കുറവായിരുന്നു. പിന്നെ നമുക്ക് കാണാനും വിസിബിൾ ആവാനും ഇത്തിരി നല്ലത് ബാക്ക് സൈഡ് തന്നെയാണ്. അപ്പം നമ്മൾ ബാക്കിൽ സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അവർ എൻട്രി ചെയ്യുന്നതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവരെടുക്കരുതെന്ന് പറഞ്ഞു, ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. ആ സമയത്ത് അവരിങ്ങനെ അനൗൺസ് ചെയ്തു കേട്ടോ. ഇത് ലാസ്റ്റത്തെ ഒരു 2 ഇവൻറ്റ് ഞാൻ എടുത്തതാണ്. ആ സമയത്തൊക്കെ ഇവർ ഈ ലാസ്റ്റ് ഷോ ആയതുകൊണ്ട് നമ്മുടെ ഈ ടെൻ്റൊക്കെ അവർ പൊളിച്ചു തുടങ്ങി. ഏകദേശം ഫ്രണ്ട് ഓഫൊക്കെ പൊളിച്ച്, നമ്മൾ കയറിയപ്പോഴേ ഫ്രണ്ട് സൈഡൊക്കെ അവർ പൊളിച്ച് കഴിഞ്ഞു. പിന്നെ ഈ ടെൻറ്റിന് ചുറ്റുമുള്ള ആ തുണി ഒക്കെ അവർ പൊളിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം അതെല്ലാം ഇളക്കി മാറ്റിയപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു എന്തായാലും ഓപ്പണായി പുറത്തൊക്കെ കാണാം. അപ്പോൾ പിന്നെ ഞാൻ 2 ക്ലിപ്സ് എടുത്തതാണ് കേട്ടോ. അപ്പം ഏറ്റവും ആദ്യമൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് നമ്മുടെ സ്വിങ്ങിലൊക്കെ ആടുന്നതും അതൊക്കെയായിരുന്നു. പിന്നെ ജോക്കേഴ്സൊക്കെ വന്ന് ഓരോ കോമഡി പറയുന്നതും അതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ച് തന്നെ ഒരുപാട് ആൾക്കാർ പോയി. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഫയർ ഡാൻസ് നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാം. അങ്ങനെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. പിള്ളേർക്കൊന്നും ഒരു ഐറ്റം തന്നെ അവർ പിന്നെയും കാണിക്കുമ്പം അവർക്ക് വലിയ താല്പര്യമില്ലാത്ത. ഇപ്പം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആനയും കടുവയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കാണാമായിരുന്നെങ്കിൽ ഇൻട്രസ്റ്റാണ്. ഇപ്പം അതെല്ലാം ബാൻ ചെയ്തതുകൊണ്ട് ഇപ്പം ആൾക്കാരുടെ മാത്രം ഓരോ അഭ്യാസങ്ങൾ കാണാം. വലിയ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാം. റിപ്പീറ്റ് ചെയ്ത്, അതായത് ഇന്ന് കണ്ട് പിന്നെ അടുത്ത കൊല്ലം കാണാനാണെങ്കിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നില്ല. അങ്ങനെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് നമ്മൾ ആ ഒരു നമ്മുടെ ജോക്കർ സിനിമയിലൊക്കെ കണ്ട പോലെ തന്നെ ഏകദേശം അതേപോലത്തെ കുറേ ഐറ്റംസ്, നമ്മുടെ ഈ സ്വിങ്ങിൽ ആടുന്നതും പിന്നെ റിങ്സ് കൊണ്ട് ഒരു ദേഹം മൊത്തം റിങ്സ് കൊണ്ട് അങ്ങനെ ചുറ്റി കളിക്കുന്നതൊക്കെ, അങ്ങനെ ഇതാ എല്ലാവരും പോയി അവർ ചുറ്റും അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരോ സെക്ഷനായിട്ട് അവർ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോഴും സ്റ്റിൽ അവിടെ നമ്മുടെ വണ്ടർ വാട്ടർഫോൾസ് മൂവിങ് ആണ്. പിന്നെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് മറ്റേ 199 രൂപയുടെ മഹാമേള, അങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിലെ സാധനങ്ങളും ഡ്രസ്സും അങ്ങനെയൊക്കെ കുറേ. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ പോകുന്നത് കടവൂർ പള്ളിയിലാണ് കേട്ടോ. നമ്മുടെ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയാണ്. കുറച്ച് നാളായി പോയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയിട്ട് വീട്ടിലോട്ടൊക്കെ പോകാമെന്ന് കേട്ടോ. അപ്പം നമ്മുടെ പള്ളി എത്താറായി. ഒരു പാലം കയറിയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ചുറ്റും നമ്മുടെ അഷ്ടമുടിക്കായലാണ് കേട്ടോ. അപ്പോൾ ഇതാ പള്ളി എത്തി. ഇതാണ് ഞങ്ങളുടെ പള്ളി. ഇത് ഞങ്ങളുടെ ഇടവക പള്ളിയല്ല, അല്ലാതെയുള്ള പള്ളിയാണ് കേട്ടോ. കടവൂർ പള്ളിയാണ്. ഇവിടെ നമ്മുടെ സെയിൻറ്റ് ജോർജിൻ്റെ പള്ളിയാണ്. അപ്പം നമ്മളിനി കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം അഷ്ടമുടി പാലത്തിൻ്റെ നടുക്കൂടെ പോവുകയാണ് കേട്ടോ. ഇപ്പുറത്ത് നമ്മുടെ ഓൾ സീസൺസ് എന്ന് പറയുന്ന ഹോട്ടലും തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ഷെഫ് പിള്ളയുടെ ഹോട്ടലുമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ.